ഒളിവിൽ പോകാൻ ധാരാളം അവസരം ഉണ്ടായിരുന്നു, പക്ഷെ അയാൾ ഒളിവിൽ പോയിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സംഭവം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയിൽ വരവോട് കൂടിയിട്ട് അതിന് ഒരുപാട് കാര്യം, ഇപ്പൊ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ സ്ഥാപനത്തെ മുൻനിർത്തി വരുന്ന വാർത്തകളുണ്ട്. അവരുടെ ഒരു രേഖയുമില്ല. ശരിയോ തെറ്റോ ആയി ചെയ്ത ഈ കാര്യങ്ങളെ സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരു രേഖയുമില്ല. അതാണ് ആ സ്ഥാപനം അവകാശപ്പെടുന്നത്. നോക്കണേ, അങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുക എന്നുള്ളത് വേറൊരു ചോദ്യം. ആകെ മൊഴികളാ ഉള്ളത്. ഈ ഉടമസ്ഥന്മാരെ ഗ്രില്ല് ചെയ്തിട്ട് ശേഖരിച്ച മൊഴികൾ മാത്രമാണ് ഉള്ളത്. അപ്പോ ഒരു പ്രമാദമായ കൊള്ളയുടെ ഇത് രാഷ്ട്രീയ പിന്തുണയിൽ നടന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കല്ല, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും ഒരു സംശയം ഉണ്ടാവാനിടയില്ല. കാരണം ഈ പറയുന്ന പ്രതിസ്ഥാനത്തുള്ള ഒരു മുരാരി ബാബു പത്രക്കാരോട് സംസാരിക്കുന്നത് ഞാൻ പല ആവർത്തി നോക്കുകയുണ്ടായി. ആ മുരാരി ബാബു ഒക്കെ എത്ര 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 ഈ പറയുന്ന, കാരണം ഇത് ഒരു സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും സമ്പന്നമായ സ്ഥാപനത്തിൽ നടന്നൊരു കൊള്ളയല്ലല്ലോ. കേരളത്തിലെ സർക്കാർ തന്നെ ഇപ്പോൾ അവകാശപ്പെടുന്നത് വെച്ചിട്ട് അതിനാണെങ്കിൽ ആഗോള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിനെ നന്നാക്കുന്നതിന് വേണ്ടി സർക്കാർ കഷ്ടപ്പെട്ട് ഒരു ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തിയിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നിട്ടുള്ള വെട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ രേഖക്കടിയിൽ ഒപ്പിട്ട് കൊടുത്ത മുരാരി ബാബു പുറത്തുന്ന ആത്മവിശ്വാസമൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ കണ്ടു. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം ഒരുപാട് ആളുകൾ, മുൻ ദേവസ്വം മന്ത്രിയും